തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് ആവിയാകുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ. വിശ്വാസങ്ങൾ സംരക്ഷിക്കാനുള്ളത് കൂടിയാകണം തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത്. ഹിന്ദു ഏകതാ സമ്മേളനങ്ങളുടെ വിജയം ഹൈന്ദവ ഐക്യത്തിന്റെ പ്രതിഫലനമാണ് എന്നും ശശികല ടീച്ചർ ജനം ടിവിയോട് പറഞ്ഞു. ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് എങ്ങും ഹൈന്ദവ ശക്തി വിളിച്ചോതിക്കൊണ്ട് ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹൈന്ദവർ ഉണർന്നെഴുന്നേൽക്കുന്ന അതേ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികൾ സ്വീകരിച്ച നിലപാടുകളും ഹൈന്ദവ വിരുദ്ധതയുമെല്ലാം തന്നെ ചർച്ചയാകുമ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ആയിട്ടുള്ള ശശികല ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ടീച്ചർ, ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നു, ഹൈന്ദവ സമൂഹം മുൻപെങ്ങുമില്ലാത്ത വിധം ഐക്യ രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സ്ഥിതിഗതികളെല്ലാം തന്നെ അവർ വീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ശബരിമലയിലടക്കമുള്ള കാര്യങ്ങൾ. എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ ടീച്ചർ വരുന്ന തെരഞ്ഞെടുപ്പിനെയും അവിടെ ഹൈന്ദവ സമൂഹം അതിനെ എങ്ങനെ നോക്കിക്കാണുമെന്നാണ്? ഇവിടെ ഹിന്ദു ഐക്യം ബാക്കി എല്ലാ വിഷയങ്ങളിലും നമുക്ക് പ്രകടിതമാണ്. അത് രാഷ്ട്രീയമായി മാത്രമാണ് അവിടെ അത് ഒരു സ്വന്തമായി വിജയിക്കണം, അല്ലെങ്കിൽ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് വേണം, ആ ഒരു താല്പര്യം മാത്രമേ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം അത് ഉണ്ടായേ പറ്റൂ എന്ന് ഹൈന്ദവ സമൂഹം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് ഏറ്റവും നല്ല നമ്മളെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നത് ശബരിമല വിഷയമാണ്. ഇപ്പോൾ 2018-19 ശബരിമല വിവാദങ്ങൾ നമുക്കറിയാം, അത് കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോഴും വോട്ടിന് വേണ്ടി ചില മലക്കമ്മറിയലുകൾ മറഞ്ഞു എന്നതിനപ്പുറത്ത് ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയത്തിന് അന്ന് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ നിയമസഭയിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് നേരെ ഇത്രയധികം കേസുകൾ ചാർജ് ചെയ്ത് ഇത്രയധികം അടിച്ചമർത്തി ഒരു ക്ഷേത്രം തന്നെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ട് കേരളത്തിൽ അന്നുള്ള മുഖ്യധാര ഇവിടുത്തെ 2 മുന്നണികളിൽ ആർക്കാണ് ഹൈന്ദവ സമൂഹത്തിനോടൊപ്പം നിൽക്കാൻ സാധിച്ചത്? ഇപ്പോൾ ശബരിമല കൊള്ള നടക്കുന്നു, 6 മാസത്തിലധികമായി ചർച്ച ചെയ്യുന്നു. എന്ത് സംഭവിച്ചു? SIT അന്വേഷിച്ചിട്ട് ഇതുവരെ വാലും തുമ്പും കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആവിയായി പോകും മിക്കവാറും ഈ കേസ്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും വരാതിരിക്കാൻ ക്ഷേത്രഭരണം അത് വിശ്വാസികളുടെ കൈകളിലേക്കായിരിക്കണം. അതിൽ അവസാന വാക്ക് പറയേണ്ടത് ഹൈന്ദവ ആചാര്യന്മാർ, ഹൈന്ദവ സംഘടനകൾ, സാമുദായിക സംഘടനകൾ, ക്ഷേത്ര ഭാരവാഹികളൊക്കെ അടക്കുന്ന ഒരു ഫോറം ആയിരിക്കണം അതിൽ അവസാന വാക്ക് പറയേണ്ടത്. ഒരിക്കലും ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല. അത് ഈ തെരഞ്ഞെടുപ്പോടൊരു തീരുമാനം ഉണ്ടാകണം. ഇവരുടെ രാഷ്ട്രീയ കൂത്തരങ്ങാക്കി മാറ്റാൻ ദേവസ്വം ബോർഡിനെ ഇനി വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഒരു വോട്ടിംഗ് പാറ്റേൺ ഹൈന്ദവ സമൂഹം സ്വീകരിക്കും എന്ന് തന്നെ വിശ്വസിക്കും. അതുപോലെ ഇപ്പോൾ ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ പല സ്ഥലത്തും ഇപ്പോൾ 1-2 മാസമായിട്ട് വലിയ തോതിൽ നടക്കുകയാണ്. ഓരോ ചെറിയ മേഖലകളിലേക്ക് പോലും കടന്നുള്ള കൂട്ടായ്മകളാണ് നടക്കുന്നത്. ഇതുവരെയുള്ള ഏകതാ സമ്മേളനങ്ങൾ ടീച്ചർ എങ്ങനെ വീക്ഷിക്കുന്നു? അതിലുള്ള ഒരു പങ്കാളിത്തവും ഇനി അത് മുന്നോട്ട് പോകുമ്പോഴൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഏകതാ സമ്മേളനങ്ങൾ ഒരു വലിയ ജനക്കൂട്ടത്തെ കൊണ്ടുവന്ന് എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരുത്തിയിൽ സംഘടിപ്പിക്കുന്നതല്ല. ഓരോ പഞ്ചായത്തിലും നമ്മൾ സംഘടിപ്പിക്കുകയാണ്. നഗരങ്ങളിൽ പല സ്ഥലത്തും ബസ്തി കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ചെറിയൊരു യൂണിറ്റിലാണ് പരിപാടി നടക്കുന്നത്. എന്നിട്ടും വളരെ താല്പര്യത്തോടു കൂടി ഹൈന്ദവ സമൂഹം അവിടെ പങ്കെടുക്കുന്നുണ്ട്. ജാതി ഭേദങ്ങളൊക്കെ മറന്ന്, പല സ്ഥലത്തും രാഷ്ട്രീയ ഭേദങ്ങൾ പോലും മറന്ന് ആ ഹിന്ദു ഏകതാ സമ്മേളനത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത്. ഇത് ഈ കാലത്തിൻ്റെ അനിവാര്യത എന്ന നിലയിലുള്ള ഹിന്ദുവിൻ്റെ ഉണർവാണ് നമുക്കവിടെ പ്രകടമാകുന്നത്. ഇതെല്ലാ രംഗത്തും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. ഹൈന്ദവ സമൂഹം അവരുടെ ഒരു ഐക്യത്തിൻ്റെയും മാറി ചിന്തിക്കുന്നതിൻ്റെയും എല്ലാം വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ് ടീച്ചർ നമ്മളോട് പറഞ്ഞത്. വ്യക്തമായ നിലപാടുകൾ തന്നെയാണ് ശശികല ടീച്ചർ വ്യക്തമാക്കുകയും ചെയ്തത്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല സ്വർണ്ണ കവർച്ച വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യും എന്ന സന്ദേശം ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ശശികല ടീച്ചർ നൽകുകയാണ്.